CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് വീണ്ടും ED സമൻസ്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ആദ്യ സമൻസിന് പിന്നാലെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി വീണ സാവകാശം തേടിയിരുന്നു. ഇതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ IP ബിനു അടക്കം CPIM പ്രവർത്തകരായ 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആദ്യ സമൻസിൽ ടി വീണയോട് ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സാവകാശം തേടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 ആഴ്ച സാവകാശം വേണമെന്നും രേഖകൾ അഭിഭാഷകൻ മുഖേന ഹാജരാക്കാമെന്നും വീണ അറിയിച്ചു. എന്നാൽ 2 ആഴ്ച സാവകാശം നൽകാൻ ED തയ്യാറായില്ല. ബുധനാഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ED ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീണ വീണ്ടും സാവകാശം തേടുമോ എന്നുള്ളതാണ് ഇനി ശ്രദ്ധേയം. CMRL MD SN ശശിധരൻ കർത്ത, മകൻ ശരണസ് കർത്ത എന്നിവരും വരും ദിവസങ്ങളിൽ EDക്ക് മുന്നിൽ ഹാജരാകും. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2,78,50,000 രൂപ വീണയ്ക്കും കമ്പനിക്കുമായി കരിമണ കമ്പനിയിൽ നിന്ന് IT സേവനങ്ങൾക്കെന്ന പേരിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജി കമ്പനി കരിമണൽ കമ്പനിക്കായി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തില്ലെന്നാണ് കമ്പനിയിൽ ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.